വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. കഴിഞ്ഞ ക്ലാസ്സിൽ 5th ക്വസ്റ്റ്യൻസ് വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇന്ന് നമ്മൾ 6th തൊട്ടിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 6th ക്വസ്റ്റ്യൻ എന്താണ്? The two matrices 2a, b, 4, -4, 6 and 3 - 2, d, 3c are equal for the values a, b, c, d. അതായത് രണ്ട് മെട്രിക്സസ് തന്നിട്ടുണ്ട്, എന്താണ് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും ഡിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ഗിവൺ കണ്ടീഷൻ എന്താണ്? 2a, b, -4, 6 ഈക്വൽ ടു 3 - 2, d, 3c. ഈ രണ്ട് മെട്രിക്സസ് എന്താണ്? ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തറിയാം, രണ്ട് ഈക്വൽ മെട്രിക്സ് ആണെങ്കിൽ ഈ ഇലമെൻറ്റും ഈ ഇലമെൻറ്റും ഈക്വൽ ആയിരിക്കും, ഈ ഇലമെൻറ്റും ഈ ഇലമെൻറ്റും ഈക്വൽ ആയിരിക്കും, ഇതും ഇതും ഈക്വൽ ആയിരിക്കും, ഇതും ഇതും ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ 2a എന്തിനോട് ഈക്വൽ ആയിരിക്കും? 3നോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എൻ്റെ വാല്യൂ കിട്ടൂലേ? 2a = 3 ആണെങ്കിൽ a എന്ത് കിട്ടും? 3/2 എന്ന് കിട്ടും. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? b. സെക്കൻഡ് എലമെൻറ്റ് b ആണ്. b = -2 ഡയറക്റ്റ് തന്നിട്ടുണ്ട്. b = -2. അടുത്തത് ഏതാണ് എലമെൻറ്റ്? c നോക്കാം. c 6 = 3c ആണ്. ഈ എലമെൻറ്റ് എന്തിനോടാണ് ഈക്വൽ ആവുക? കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3c-നോടാണ് ഈക്വൽ ആവുക. അപ്പോൾ 6 = 3c. സോ ഇതിന്ന് c എന്ത് കിട്ടും? c = 3നെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ 6/3. 6/3 എത്രയാണ്? 2 എന്ന് കിട്ടും. c-ൻ്റെ വാല്യൂ എത്രയാണ്? 2. ദെൻ അടുത്തത് ലാസ്റ്റ് എലമെൻറ്റ് d എന്തിനോട് ഈക്വൽ ആയിരിക്കും? -4നോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഡിൻ്റെ വാല്യൂ എന്ത് കിട്ടി? -4 എന്ന് കിട്ടി. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? രണ്ട് ഈക്വൽ മെട്രിക്സസ് തന്നിട്ടുണ്ട്, അതിൽ എ ബി സി ഡിൻ്റെ വാല്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വാല്യൂ 3/2 എന്ന് കിട്ടി, b -2, c 2, d -4. ഇവിടെ നമ്മൾ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ എൻ്റെ എല്ലാം എന്താണ്? 3/2 ആണ്. ഇതിൽ മാത്രമേ -3/2 ഉള്ളൂ. അപ്പോൾ ഇത് -3/2 വന്നുകൊണ്ട് ഇത് ഒഴിവാക്കാം. ബാക്കി മൂന്നെണ്ണത്തിൽ ഒന്നാണ്. ദെൻ b -2. b -2 വരുന്നത് എല്ലാത്തിലും -2 തന്നെയാണ്. c എന്ന് വരുന്നത് 2 ആണ്. d നോക്കാം. d 4 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. ബട്ട് ഇതിലും എന്താണ്? ഡിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ c ആണ്. a = 3/2, b = -2, c = 2 and d = -4. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ c. ദെൻ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ എല്ലാവർക്കും? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫോർ ദ മെട്രിക്സ് a = 2, 3, 0, 1 and b = 0, -1, 3. ഓപ്ഷൻ എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ്? എ ബി എക്സിസ്റ്റ്, എ ബി ആൻഡ് ബി എ ബോത്ത് എക്സിസ്റ്റ്, ബി എ എക്സിസ്റ്റ്, നെയ്തർ എ ബി നോർ ബി എ എക്സിസ്റ്റ്. അതായത് ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ. അത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? രണ്ട് മെട്രിക്സസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർ എ ബി ടു എക്സിസ്റ്റ് ദ നമ്പർ ഓഫ് കോളംസ് ഇൻ എ ഈക്വൽ ടു ദ നമ്പർ ഓഫ് റോസ് ഇൻ ബി. അതായത് എയിലുള്ള കോളംസും ബിയിലുള്ള റോസും ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ ആ രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? ഒരു 2x2 മെട്രിക്സ് ആണ് അല്ലേ? 2 റോസ് ആൻഡ് 2 കോളംസ്. ബി എന്ന് പറയുന്നത് എന്താണ്? 3 റോവും 1 കോളം ഉള്ള ഒരു മെട്രിക്സ് ആണ്. 3x1 മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ കോളം എന്ന് പറയുന്നത്, എൻ്റെ കോളം എന്ന് പറയുന്നത് 2 ആണ്, ബിൻ്റെ റോ എന്ന് പറയുന്നത് 3 ആണ് അല്ലേ? A is 2x2 and B is 3x1. That is columns not equal to rows ആണ്. എൻ്റെ കോളംസ് എന്ന് പറയുന്നത് 2 ആണ്, ബിൻ്റെ റോസ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. സോ രണ്ടും ഈക്വൽ ആയിരിക്കുമോ? 2 നോട്ട് ഈക്വൽ ടു 3 അല്ലേ? അപ്പോൾ എന്താണ്? കോളംസ് നോട്ട് ഈക്വൽ ടു റോസ് ആണ്. സോ എ ബി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല, എ ബി ഡസ് നോട്ട് എക്സിസ്റ്റ്. ദെൻ അടുത്തത് ബി എ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. ഇവിടെ എ ബി എക്സിസ്റ്റ്, ബി എ എക്സിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എ ബി എന്താണ്? എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി. ദെൻ ബി എ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ബി എ എന്ന് പറയുമ്പോൾ എന്ത് വരും? നമ്പർ ഓഫ് കോളംസ് ഇൻ ബി ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് റോസ് ഇൻ എ.
നേരെ തിരിച്ചു വരും. ബി ആദ്യം വരും, പിന്നെ എ വരും. അപ്പോൾ കോളംസ് ഇൻ ബി എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. റോസ് ഇൻ എ എന്ന് പറയുന്നത് സെയിം 2 തന്നെയാണ് അല്ലേ? അപ്പോൾ കോളംസ് ഇവിടെ എന്താണ്? 1 ആണ്. റോ കോളംസ് ഇൻ ബി 1ഉം റോസ് ഇൻ എ 2 ആണ്. സോ 1 നോട്ട് ഈക്വൽ ടു 2 ആണ്. Therefore columns not equal to rows. BA does not exist. BAയും ABയും എന്താണ്? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. രണ്ടിൻ്റെ എന്താണ്? കോളംസ് നോട്ട് ഈക്വൽ ടു റോസ് ആണ്. ഓക്കെ, എ ബി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എയിലുള്ള കോളവും ബിൻ്റെ റോയും ഈക്വൽ ആയിരിക്കണം. ബി എ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ബിൻ്റെ കോളം എയുടെ റോയും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ രണ്ടിൻ്റെ എന്താണ്? ബി എയും എ ബിയും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. രണ്ടിൻ്റെയും കോളംസും റോസും ഡിഫറെൻ്റ് ആണ്. സോ നമ്മൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെയ്തർ എ ബി നോർ ബി എ എക്സിസ്റ്റ്. ഓക്കെ, സിമ്പിൾ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എ ഈക്വൽ 1 6 3 2 then determinant of A transpose where A dash denotes the transpose of the matrix A is. അതായത് A ട്രാൻസ്പോസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ ഡാഷ് ഒരു ഇൻവേർട്ടഡ് കോമ ഇട്ടിട്ട് നമുക്ക് എഴുതാം അല്ലേ ട്രാൻസ്പോസിന്. അപ്പോൾ എ ട്രാൻസ്പോസ് കണ്ടിട്ട് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എ തന്നിട്ടുണ്ട്, ഇതിൻ്റെ ട്രാൻസ്പോസ് മെട്രിക്സ് കണ്ടിട്ട് ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ ട്രാൻസ്പോസ് എന്താണ് വരിക? ഇതാണ് എ. ഇതിലുള്ള കോളം എന്താക്കിയിട്ട് എഴുതണം? റോ ആക്കിയിട്ട് എഴുതണം. എൻ്റെ ട്രാൻസ്പോസ് എഴുതുമ്പോൾ ഇതിലുള്ള ഇതിലുള്ള കോളം ഇതിലുള്ള റോ ആക്കിയിട്ട് എഴുതണം. 6 2 എന്താവും? അടുത്ത റോ ആവും. അപ്പോൾ 1 3 ഫസ്റ്റ് റോ, ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ വരും, സെക്കൻഡ് കോളം സെക്കൻഡ് റോ വരും. അങ്ങനെയല്ലേ നമ്മൾ എഴുതാറ് ട്രാൻസ്പോസ് എഴുതുമ്പോൾ? അപ്പോൾ എ ഡാഷ് എന്ത് കിട്ടി? 1 3 6 2 എന്ന് കിട്ടി. ദെൻ എ ഡാഷിൻ്റെ ട്രാൻസ്പോസ് ആണ് എ ഡാഷിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ എന്ത് വരും? 1 3 6 2. അപ്പോൾ എന്താണ്? 1 × 2 മൈനസ് 6 × 3. ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് കാണാം? എ ബി മൈനസ് സി ഡി അല്ലേ ചെയ്യാം? എ ബി സി ഡി എന്നാണ് നമ്മൾ മെട്രിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് കാണാം? എ ഡി മൈനസ് ബി സി, എ ഡി മൈനസ് ബി സി. അപ്പോൾ 1 × 2 2 മൈനസ് 6 × 3 എത്ര കിട്ടും? 6 × 3 18 എന്ന് വരും. 2 മൈനസ് 18 എന്ത് കിട്ടും? 2 മൈനസ് 18 മൈനസ് 16. സോ നമ്മൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ആദ്യം എ ട്രാൻസ്പോസ് കാണാം. എ ട്രാൻസ്പോസ് കണ്ടിട്ട് എന്ത് കാണാം? അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാം. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? -16 എന്ന് കിട്ടും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, the relation are defined in the set A. X belongs to I എന്ന് പറയുന്നത് ഇൻറ്റിജേഴ്സ് ആണ്. 0 less than or equal to x less than or equal to 12 as relation is equal to AB, A equal to B where A B belongs to A is reflexive ആണോ? ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ആ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് ആണോ സിമെട്രിക്കൽ ആണോ അല്ലെങ്കിൽ ഒരു ഇക്വലൻറ്റ് റിലേഷൻ ആണോ എന്നാണ് നോക്കേണ്ടത്. ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റിലേഷൻ റിഫ്ലെക്സീവ് ആയിരിക്കും, സിമെട്രിക് ആയിരിക്കും, ട്രാൻസിറ്റീവ് ആയിരിക്കും. ഈ 3 കണ്ടീഷനും ഈക്വൽ ആണെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ? ഇക്വലൻറ്റ് റിലേഷൻ ആവുള്ളൂ. അപ്പോൾ ഇവിടെ റിലേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എ ഈക്വൽ ടു ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എയും ബിയും എന്താണ്? ഈക്വൽ ആയിരിക്കണം. അത് സെറ്റ് തന്നിട്ടുണ്ട്. സെറ്റ് എത്രയാണ്? ഐ ആണ്, ബിലോങ്സ് ടു ഐ. 0 to 12 വരെയുള്ള ഇൻറ്റിജേഴ്സ് ആണ് വരിക. അതായത് ഐ എന്ന് പറയുന്നത് ഇൻറ്റിജേഴ്സ് ആണ്. സോ ഇവിടെ 0 to 12 വരെയുള്ള ഇൻറ്റിജേഴ്സ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ റിലേഷൻ എന്താണ്? എ ഈക്വൽ ടു ബി എന്നാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന എ ഈക്വൽ ടു ബി വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി റിലേഷൻ എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈച്ച് ഇലമെന്റ് ഈസ് ഓൺലി റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ്. ഓരോ ഇലമെൻറ്റും ആ ഇലമെൻറ്റിനോട് മാത്രമേ റിലേഷൻ ഉണ്ടായിരിക്കുകയുള്ളൂ. ഈച്ച് ഇലമെന്റ് ഈസ് ഓൺലി റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ്. ആ ഒരു ഇലമെൻറ്റിനോട് മാത്രമേ റിലേറ്റഡ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ റിഫ്ലെക്സീവ് ആവുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി റിലേഷൻ്റെ കേസിൽ
റിഫ്ലെക്സീവ് ആയിരിക്കും, സിമെട്രിക് ആയിരിക്കും, ട്രാൻസിറ്റീവ് ആയിരിക്കും. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഓൾ എ ബിലോങ്സ് ടു എ എന്ന് പറയുന്നത് നമ്മൾ ഈ സെറ്റിലുള്ള സെറ്റ് എ ഈക്വൽ ടു എ ദാറ്റ് ഇംപ്ലൈസ് എ ബിലോങ്സ് ടു ആർ. ഈ നമ്മളിപ്പോൾ ഒരു റിഫ്ലെക്സീവ് കണ്ടീഷൻ എന്താണ്? 0 to 12 വരെ എടുക്കുമ്പോൾ എ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ 1 1 ഉണ്ടാവും, 2 2 ഉണ്ടാവും, 3 3, 4 4, 5 5, 6 6, 7 7, 8 8. ഇത്രയും ഓർഡർഡ് പെയർസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ റിഫ്ലെക്സീവ് ആണെങ്കിൽ എന്തായിരിക്കും? ഇതെല്ലാം ഈ റിലേഷനിലുള്ളതായിരിക്കില്ലേ? എ ബിലോങ്സ് ടു ആർ ആയിരിക്കില്ലേ എ ഈക്വൽ ടു എ ആവുമ്പോൾ? അപ്പോൾ എന്താണ് നമ്മുടെ റിലേഷൻ? റിഫ്ലെക്സീവ് ആയിരിക്കും. ദെൻ സിമെട്രിക് എന്ന് പറയുമ്പോൾ ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ആർ വെർ എ ഈക്വൽ ടു ബി ദെൻ ബി ഈക്വൽ ടു എ ബിലോങ്സ് ടു ആർ. അതെന്താണ്? എ 1 1 എന്തായിരിക്കും? ആറിലുള്ളൊരു ഓർഡർഡ് പെയർ ആയിരിക്കും. 1 1 ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ഇതിന് എ ബി എന്താണ്? എ ഈക്വൽ ടു ബി ആണ്. അപ്പോൾ ഇതും 1 ആണ്. എ ഈക്വൽ ടു ബി 1 ഈക്വൽ ടു 1 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബി എ ഓൾസോ ബിലോങ്സ് ടു ആർ ആണെന്ന് പറഞ്ഞൂടെ? എ ഈക്വൽ ടു ബി എന്നുള്ള കണ്ടീഷനാണ് നോക്കേണ്ടത്. എ ബി ബിലോങ്സ് ടു ആർ ആണ്. സോ എ ഈക്വൽ ടു ബി ആവുന്നതുകൊണ്ട് ബി എ ബിലോങ്സ് ടു ആർ ആയിക്കൂടെ? 1 1 തിരിച്ചിട്ടാലും സെയിം തന്നെയല്ലേ കിട്ടുക? അതെ. അപ്പോൾ എന്താണ്? അത് സിമെട്രിക് ആയിരിക്കും. ആ റിലേഷൻ സിമെട്രിക് ആണ്. ദെൻ ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ എന്താണ്? എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ ദെൻ എ സി ബിലോങ്സ് ടു ആർ ആയിരിക്കണം. അങ്ങനെയാൽ മാത്രമേ എന്താവുള്ളൂ? ട്രാൻസിറ്റീവ് ആവുള്ളൂ. ഇപ്പോൾ സപ്പോസ് 2 2 എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡേർഡ് പേരുണ്ട്. അപ്പോൾ 2 2 നമ്മളെ റിലേഷനിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എയും ബിയും ഈക്വൽ ആണ്. എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഒരു തേർഡ് എലമെൻറ്റ് സി എന്ന് പറഞ്ഞാൽ എടുക്കുമ്പോൾ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആയിരിക്കില്ലേ? അപ്പോൾ എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ 2 2 എന്തായിരിക്കും? ബിലോങ്സ് ടു ആർ ആയിരിക്കും. ഈ 3 എലമെൻറ്റും ഈക്വൽ അല്ലേ? 2 ഈക്വൽ ടു 2 ഈക്വൽ ടു 2 എന്ന് വരും. എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി. അപ്പോൾ 2 ബിലോങ്സ് ടു ആർ ദെൻ ബി സി എന്ന് പറയുന്നത് തന്നെയാണ് 2 2 വരും. 2 2 ബിലോങ്സ് ടു ആർ. സോ എന്തായിരിക്കും? 3 എലമെൻറ്റും 3 ഇതും ഈക്വൽ ആണ്. എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആണ്. സോ എന്ത് കിട്ടും? എ സി ബിലോങ്സ് ടു ആർ എന്ന് കിട്ടൂലേ? അല്ലേ? അപ്പോൾ എന്താണ്? നമ്മളെ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ എന്താണ്? നമ്മളെ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? അതൊരു ഇക്വലന്റ് റിലേഷൻ ആണെന്ന് പറയാം. ഇങ്ങനെ എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഐഡൻറ്റിറ്റി റിലേഷൻ ആണ്. ഐഡൻറ്റിറ്റി റിലേഷൻ എപ്പോഴും എന്തായിരിക്കും? ഇൻ കേസ് ഓഫ് ഇൻറ്റിജേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും എന്തായിരിക്കും? ഇക്വലന്റ് റിലേഷൻ ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ y ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ് -1 -1 ബി ആർ ആണ് വന്നിട്ടുള്ളത്, റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ്. ദെൻ സി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഓർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. ഡി എന്ന് പറയുന്നത് ആർ മൈനസ് സെറ്റ് 0, അതായത് 0 ഒഴികെ ഉള്ള ബാക്കിയെല്ലാ റിയൽ നമ്പേഴ്സും. അപ്പോൾ നമ്മൾ സീക്കൻറ്റിൻ്റെ ഡൊമൈൻ, സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ, നമ്മൾ ഫംഗ്ഷൻ വന്നിട്ടുള്ളത് സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. അതിൻ്റെ ഡൊമൈൻ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ക്ലാസ്സിലെടുത്ത സംഭവമാണ്. അതിൻ്റെ ഡൊമൈനും റേഞ്ചും ഒരു ബോക്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഇതാണ്. അതായത് സീക്കൻഡ് -1ലും 1ലും അൺഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ എക്സിന് എക്സ് ഗ്രേറ്റർ ദാൻ 1 കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള വാല്യൂസും, അതുപോലെ തന്നെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള വാല്യൂസും, -1ൻ്റെ ഇപ്പുറത്തോട്ടുള്ളതും എക്സ് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള വാല്യൂസും മാത്രമേ എന്തായിട്ടുള്ളൂ? എൻ്റെ ഡൊമൈൻ വരുള്ളൂ. -1ലും 1ലും സീക്കൻഡ് ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമ്മൾ സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ സി ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഓർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ.
Let star be a binary operation on the set n of natural numbers defined by the rule a star b is equal to ab for all ab belongs to n. Then star is commutative, star is associative, star is both commutative and associative, star is neither commutative nor associative. Okay. അപ്പോൾ ഒരു സ്റ്റാർ എന്ന് പറഞ്ഞൊരു ബൈനറി ഓപ്പറേഷൻ തന്നിട്ടുണ്ട്. എന്തിലാണ്? സെറ്റ് ഓഫ് n നാച്ചുറൽ നമ്പേഴ്സിലുള്ള ഒരു ബൈനറി ഓപ്പറേഷൻ ആണ് തന്നിട്ടുള്ളത്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എ സ്റ്റാർ ബി is equal to എന്താണ്? എ സ്റ്റാർ ബി is equal to എ ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താണ്? ഈ സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ? കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവും ആണോ അതോ കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവും അല്ല എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എ സ്റ്റാർ ബി is equal to എ ബി എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ? നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുമ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എ സ്റ്റാർ ബി is equal to എന്തായിരിക്കണം? എ സ്റ്റാർ ബി is equal to ബി സ്റ്റാർ എ ആയിരിക്കണം അല്ലേ? അപ്പോൾ എ ബി ഈക്വൽ ടു എന്ത് വരും? ബി എന്ന് വരും. രണ്ട് നമ്പേഴ്സ് എടുക്കാം. എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 2. 1 into 2 അതായത് എ സ്റ്റാർ ബി എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്ന എ ബി അല്ലേ? അപ്പോൾ 1 into 2 ഈക്വൽ ടു 2 into 1 ഈക്വൽ ടു എന്ത് തന്നെയാണ്? 2 തന്നെയാണ് കിട്ടുക അല്ലേ? അപ്പോൾ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറഞ്ഞൂടെ? ഓക്കെ. അപ്പോൾ ഇതെന്താണ്? ഈ സ്റ്റാർ ബൈനറി ഓപ്പറേഷൻ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. ദെൻ അസോസിയേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അസോസിയേറ്റീവ് ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു അസോസിയേറ്റീവ് ആണെങ്കിൽ എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ആയിരിക്കണം. ഇതല്ല അസോസിയേറ്റീവിൻ്റെ കണ്ടീഷൻ. അസോസിയേറ്റീവ് ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ എ സ്റ്റാർ ബി സ്റ്റാർ സി. എ സ്റ്റാർ ബി എന്താ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എ ബി ആണ് അല്ലേ? എ ബി എന്ന് പറയുമ്പോൾ ദെൻ എ ബി കൊടുത്തു, ദെൻ സ്റ്റാർ സി. എ ബി സ്റ്റാർ സി ഇതിപ്പോൾ ഒരു എലമെൻറ്റും ഇത് വേറൊരു എലമെൻറ്റായി. അപ്പോൾ ഈ സ്റ്റാർ വരുമ്പോൾ എന്തായി? വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ തന്നെയായി. എ ബി സി എന്ന് കിട്ടും. ദെൻ നമുക്ക് ഒരു എലമെൻറ്റും കൂടെ എടുക്കാം. എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 2 ആൻഡ് സി ഈക്വൽ ടു 3. എ ഈക്വൽ ടു 1 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 star 2 star 3 that is 1 star 2 എന്ത് കിട്ടും? 2 star 3 എന്ന് കിട്ടും. 2 star 3 എന്താണ്? 2 into 3 2 into 3 6 എന്ന് കിട്ടും. ദെൻ അതിൻ്റെ മറ്റ് എ സ്റ്റാർ ബി സ്റ്റാർ സിൻ്റെ വാല്യൂ കിട്ടി, 6 എന്ന് കിട്ടി. ദെൻ എ സ്റ്റാർ ബി സ്റ്റാർ സിൻ്റെ വാല്യൂ നോക്കണം. അപ്പോൾ 1 star 2 star 3 എന്ത് കിട്ടും? 1 സ്റ്റാർ അങ്ങനെ തന്നെ നിൽക്കട്ടെ, നമുക്ക് ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യാം. 2 into 3 ചെയ്യും. 2 into 3 2 star 3 2 into 3 ദാറ്റ് ഈസ് 1 star 6 എന്ന് കിട്ടും. 1 star 6 1 into 6 ദാറ്റ്സ് ഈക്വൽ ടു 6 എന്ന് കിട്ടിയില്ലേ? ആർ എച്ച് എസും എൽ എച്ച് എസും ഈക്വൽ ആണ്. സോ എന്ത് വരും? 6 എന്ന് വരും. അപ്പോൾ എന്താണ്? അസോസിയേറ്റീവ് ആണെന്ന് കിട്ടിയില്ലേ? നമ്മളെ ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് അസോസിയേറ്റീവ് ആണ്. സോ സ്റ്റാർ ഈസ് ബോത്ത് കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അസോസിയേറ്റീവ്. ഓക്കെ, മനസ്സിലായി?